എം ജ്യോതി മീഡിയയുടെ പ്രഭാതവചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളോടൊത്തായിരിക്കാൻ തക്കവണ്ണം സർവ്വലഭനായ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ഈ കാലഘട്ടം എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ വലിയ പ്രശ്നങ്ങളെയും ഭാരത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നതാകുന്ന ചില രോഗങ്ങൾ നിമിത്തമെങ്കിൽ, ചില പ്രിയപ്പെട്ടവർക്ക് തലമുറകളിലുള്ളതാകുന്ന അവരെക്കുറിച്ചുള്ളതാകുന്ന ചിന്തകളും ഭാരങ്ങളും, ചിലർക്ക് തലമുറകളില്ലാത്തത് നിമിത്തമായിട്ട് നിരാശയിൽ നിറഞ്ഞ ജീവിതം നിമിത്തമുള്ളതാകുന്ന ഭാരങ്ങൾ, ചില പ്രിയപ്പെട്ടവർക്ക് ജീവിപ്പാനുള്ളതാകുന്ന സാമ്പത്തിക ശേഷി ഇല്ലായ്ക നിമിത്തം ഇന്നത്തോളം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്നുള്ളതാകുന്ന ആ ഭാരങ്ങൾ, മറ്റു ചിലർക്ക് തങ്ങളുടെ ചില പ്രിയപ്പെട്ടവരിലൂടെ ഉണ്ടാകുന്ന ചില ഭാരങ്ങൾ, എന്തു തന്നെ ആയാലും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഭാരമില്ലാത്ത ആരും തന്നെ ഇന്ന് ഭൂതലത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലുമൊക്കെ ഭാരങ്ങളുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഫിലിപ്പിയ ലേഖനകർത്താവാകുന്ന പൗലോസ് നമ്മളിലൊക്കെ അധികമായിട്ട് വളരെ ഭാരത്തിൻ്റെ അനുഭവത്തിലൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ വിശ്വാസി മക്കളാകുന്ന ഫിലിപ്പിയ ജനത, അവിടെ റോമൻ കാരാഗൃഹത്തിലായിരിക്കുന്ന പൗലോസിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുരുക്കൂട്ടിയതാകുന്ന സാമ്പത്തിക സഹായം എപ്പാദിത്രോസിൻ്റെ കയ്യിലൂടെ എത്തിച്ച് അത് കൈപ്പറ്റി തൻ്റെ വിശ്വാസി മക്കളെ ഓർത്ത് വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിലായിരിക്കുന്ന പൗലോസ്, അപ്പോൾ തന്നെ നമ്മൾ 2-ാം അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 6-ാം ഭാഗത്തിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, അവിടെ സഭയിൽ ആ സാഹചര്യത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭാജനങ്ങൾ ചില പ്രതിസന്ധികൾ ആ സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സഭയ്ക്കകത്ത് ചില പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആകെ ഒരു ഭാരത്തിലായിരിക്കുന്ന ഒരു സമൂഹത്തോടായിട്ട് തൻ്റെ വിശ്വാസി ജനത്തോട് പറയുകയാണ്. ആരാണ് പറയുന്നത്? റോമൻ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിട്ട് ചങ്ങലാൽ ബന്ധിക്കപ്പെട്ട് ഇരുളടഞ്ഞു എന്ന് മാനുഷികമായിട്ട് ചിന്തിക്കുമാറ് ജീവിതത്തിൻ്റെ ആ വളരെ ദുസ്സഹമാകുന്ന അവസ്ഥയിൽ, വേദനാനിർഭരമാകുന്ന അവസ്ഥയിൽ, വളരെ വളരെ ഭാരം നിറയുന്ന അവസ്ഥയിലാണ് പൗലോസ്. കാരണം തൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിരവധി ഉപദ്രവങ്ങൾ സഹിച്ച് ആകെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വ്രണങ്ങളേറ്റിരിക്കുന്ന പൗലോസ്, നിരവധി പ്രാവശ്യം മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ആയിരിക്കുന്ന പൗലോസ്, ഏതു നിമിഷവും യഹൂദന്മാരുടെ ശത്രുതയും നിമിത്തമായിട്ട് റോമൻ ഗവൺമെൻറ്റിനാൽ താൻ മരണം സംഭവിക്കും, തനിക്ക് ആരും സഹായത്തിനായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന പൗലോസ് ആ ഇരുളടഞ്ഞു എന്ന് ചിന്തിക്കുവാനുള്ളതാകുന്ന ജീവിത സാഹചര്യത്തിൽ ഫിലിപ്പിയ ലേഖനത്തിലൂടെ തൻ്റെ ജനത്തോട് പറയുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത, കർത്താവായ യേശുക്രിസ്തു നിമിത്തമുള്ള സൗമ്യത, കർത്താവിലായ ദൈവത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സൗമ്യത, അത് സകല മനുഷ്യനും അറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. യാതൊരു തരത്തിലും സമാധാനവും സന്തോഷമായിട്ട് നീക്കാൻ പറ്റാത്തൊരു വ്യക്തി തൻ്റെ ജനത്തോടെ പറയുകയാണ്, നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം, സന്തോഷിപ്പീൻ. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാൻ. എന്ത് ഭാരങ്ങളുണ്ടെങ്കിൽ ഇത്രയുള്ള എൻ്റെ ആകത്തുക. അല്ലയോ എൻ്റെ വിശ്വാസി മക്കളെ, പ്രിയപ്പെട്ടവരെ,
നിങ്ങൾക്ക് എത്ര ഭാരമുണ്ടെങ്കിലും, എന്ത് വേദനയുണ്ടെങ്കിലും, എന്ത് ദുഃഖമുണ്ടെങ്കിലും, എന്ത് നിരാശയുണ്ടെങ്കിലും, എന്തെല്ലാം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുവോ, നാളെയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം വ്യാകുലം അനുഭവിക്കുന്നുവോ, വേദന അനുഭവിക്കുന്നുവോ, നിങ്ങളെന്തിന് ഭാരപ്പെടുന്നു? സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നിന്റെ ഭാരം എൻ്റെ മേലിട്ട് കൊള്ളുക എന്ന് യഹോവയായ ദൈവം ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയും പ്രകാരം. അതെ, നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളുണ്ടോ, നമ്മുടെ ഭാരം ചുമക്കുവാൻ തക്കവണ്ണം ഒരുവനുണ്ട്, യഹോവയായ ദൈവം. അവൻ നമ്മളെ പുലർത്തും. സങ്കീർത്തനം 55:22 വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ ഭാരം എൻ്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നമ്മുടെ ഭാരങ്ങൾ വഹിപ്പാൻ തക്കവണ്ണം ഒരു ശക്തനായവനുണ്ട്, യഹോവയായ ദൈവം. ഈ അഖിലാണ്ടത്തെ യൂണിവേഴ്സിൽ ഉണ്ടാകട്ടെ എന്ന് ഉരുവിട്ട് ഉളവാക്കിയവനാകുന്ന, ഉലകത്തിൻ്റെ ഉടയവനാകുന്ന ഉന്നതനായ ദൈവമുണ്ട്. അവൻ്റെ മേൽ നമ്മുടെ ഭാരങ്ങൾ ഇട്ടിട്ട് നമ്മൾ സ്വതന്ത്രമാകുക, നമ്മൾ ഫ്രീ ആകുക. അവൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി കടന്നു ചെല്ലുക, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1 പത്രോസിൻ്റെ അതേ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. അപ്പം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഭാരം വഹിപ്പാൻ തക്കണം, നമുക്ക് ഈ ഭൂതലത്തിൽ എന്ത് തന്നെ നേരിട്ടാലും അതിനെ അഭിമുഖീകരിപ്പാൻ തക്കണം നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങൾ, വ്യാകുലങ്ങൾ, ആകുലതകൾ നിങ്ങളെ അലട്ടുന്നുവോ, നിശ്ചയമായിട്ടും സർവശക്തനായ ദൈവത്തോടൊരു നിമിഷം പ്രാർത്ഥിക്കുമോ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമോ, നമ്മുടെ ഭാര്യയോട് മേലിട്ട് കൊള്ളുമോ, സ്വതന്ത്രമാകാമോ, ഫ്രീ ആകാമോ, നിശ്ചയമായിട്ടും ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം വിടുതലുണ്ടാകും. അപ്രകാരമുള്ളതാണ് വിടുതലും അനുഗ്രഹവും ആശ്വാസവും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന ഇവർക്കുണ്ടാകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെറിയ വചനങ്ങളോട് ഉപസംഹരിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.